KSRTC ഓർഡിനറി ബസിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ പുനലൂരിലെ ഉദ്ഘാടന സർവീസിൽ ബസ് ജീവനക്കാരായതും വനിതകൾ തന്നെ. തിങ്കളാഴ്ച 9 മണിയോടെ പുനലൂർ തെന്മല KSRTC ഓർഡിനറി ബസ്സായിരുന്നു പ്രിയദർശിനി പദ്ധതിയുടെ പുനലൂരിലെ ഉദ്ഘാടന സർവീസ്. ഡ്രൈവിംഗ് സീറ്റിൽ S ഉഷയും കണ്ടക്ടറായി അൽ അമീനയും. ആദ്യത്തെ ഒരു സംരംഭമാണ് നമുക്ക് ഈ ലേഡീസിനുള്ള സൗജന്യ യാത്ര. ആദ്യത്തെ സംരംഭത്തിൽ ആദ്യമായിട്ട് ഞാൻ തന്നെ ഇതില് ഉദ്ഘാടനത്തിന് എന്നെ തന്നെ തെരഞ്ഞെടുത്തതിന് ഞാൻ എല്ലാവരോടും, എന്റെ ഡിപ്പോയിലുള്ള എല്ലാവരോടും, അതുപോലെ ഇങ്ങനൊരു സംരംഭം ഇറക്കിയ മുഖ്യമന്ത്രിയുടെ അടുത്തും എല്ലാവരുടെ എന്റെ നന്ദി അറിയിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചതിനെ തുടർന്നാണ് സംസ്ഥാനത്തെമ്പാടുമുള്ള എല്ലാ KSRTC ഡിപ്പോകളിലും ടിക്കറ്റ് മെഷീനുകളിൽ സീറോ ടിക്കറ്റ് സംവിധാനം ഡൗൺലോഡ് ചെയ്യപ്പെട്ടത്. പുനലൂരിൽ ഡിപ്പോയുടെ ചുമതലയുള്ള ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ഷിബുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഡിപ്പോ എഞ്ചിനീയർ അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ആദ്യ സീറോ ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം നഗരസഭാ കൗൺസിലർ സാബു അലക്സ് നിർവഹിച്ചു. സൗജന്യ യാത്രയെ സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ വളരെ ആവേശത്തോടെയാണ് വരവേറ്റത്. കിഴക്കൻ മലയോര മേഖല, തെന്മല, അച്ചൻകോവില്, ചണ്ണപ്പേട്ട, കറവൂര് മേഖലകളിലൊക്കെയുള്ള സ്ത്രീ സമൂഹങ്ങൾ ഒരുപാട് പേര് അത്രയും ദൂരത്തുനിന്ന് അച്ചൻകോവിൽ നിന്ന് പുനലൂരിലേക്ക് യാത്ര ചെയ്യുകയും പിന്നെ അവരുടെ ജോലി ഭാഗമായിട്ടും അവർക്ക് സാധനം വാങ്ങിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഒക്കെ പുനലൂരിലേക്ക് വരികയാണ്. അവർക്ക് ഏറ്റവും വലിയൊരു ഉപകാരമായിട്ടാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ കേരള ഗവൺമെന്റ് കേരളത്തിലെ മൊത്തം സ്ത്രീകളെ ഒരുപോലെ കണ്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ KSRTC നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. എനിക്ക് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 33 ഓർഡിനറി സർവീസുകളാണ് പുനലൂർ ഡിപ്പോയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത്. കായംകുളം, അച്ചൻകോവിൽ, കോക്കാട്, കൊല്ലം, കൊട്ടാരക്കര, പട്ടാഴി തുടങ്ങിയ റൂട്ടുകളിലാണ് പുനലൂരിൽ നിന്നും KSRTC ഓർഡിനറി സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. 7 വിഭാഗം ഓർഡിനറി സർവീസുകളിലാണ് നിലവിൽ പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ, ഫെയർ സ്റ്റേജ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ഗ്രാമവണ്ടി എന്നീ 7 വിഭാഗങ്ങളിലെ വാഹനങ്ങളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. നമ്മുടെ പൊന്നൂർ ഡിപ്പോയിൽ നിന്ന് 33 ഓർഡിനറി സർവീസുകളുണ്ട്. കായംകുളം പൊന്നൂര്, കൊല്ലം കായംകുളം, അച്ചൻകോവില് പൊന്നൂര്, പട്ടാഴി പൊന്നൂര്, അങ്ങനെ വിവിധ ഭാഗങ്ങളിലേക്ക് ഉള്ള ഓർഡിനറി സർവീസുകളിലെല്ലാം ലേഡീസിന് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ ബസ്സുകളിലൊക്കെ സ്ത്രീകൾ കയറിയാൽ പഴയ പോലെ തന്നെ ടിക്കറ്റ് വാങ്ങേണ്ടതാണ്. എന്നാൽ ഇതിന് പണം നൽകേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF നൽകിയ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത്. പുനലൂരിലെ UDF പ്രവർത്തകർ ആവേശകരമായാണ് പദ്ധതിയെ വരവേറ്റത്. ഗവൺമെന്റ് ചുമതലയേറ്റ് 1 മാസം തികയുന്നതിന് മുൻപ് തന്നെ ഓർഡിനറി ബസ്സുകളിൽ സമയബന്ധിതമായി മുഴുവൻ ബസ്സുകളിലും വ്യാപിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച് അതേസമയം മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന വാഗ്ദാനം നൽകി തെരഞ്ഞെടുപ്പ് വിജയിച്ചപ്പോൾ ഓർഡിനറിയിൽ മാത്രമായി സൗജന്യ യാത്ര ചുരുക്കി UDF ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ഇടതു നേതാക്കൾ അഭിപ്രായപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.